Coming to the management of diphtheria, the most important treatment line is neutralization of the bacterial toxin, and this can be done by administration of antitoxin. സോ നമ്മൾക്കറിയാം ഡിപ്തീരിയയിൽ ഉണ്ടാവുന്ന എല്ലാ മാനിഫെസ്റ്റേഷൻസും ഈ എക്സോടോക്സിൻ കാരണമാണ്. സോ മാനേജ്മെന്റിൽ നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത് ഈ എക്സോടോക്സിനെ ഒന്ന് ന്യൂട്രലൈസ് ചെയ്യണം. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ആന്റിടോക്സിൻ ആണ്. So diphtheria antitoxin, it is given either IV or IM. It should be administered soon as infection with diphtheria bacilli is suspected, and it is done even earlier than bacteriological confirmation before the bacteria have fixed to the tissues. സോ ഡിപ്തീരിയ ആന്റിടോക്സിൻ ഒന്നെങ്കിൽ IV ആയിട്ട് അല്ലെങ്കിൽ IM ആയിട്ട് കൊടുക്കും. ഇത് ഡിപ്തീരിയ ഉണ്ട് എന്ന് നമുക്ക് സംശയം തോന്നിയ ഉടനെ നമ്മൾ കൊടുക്കണം. ഡയഗ്നോസിസിൽ ആൽബർട്ട് സ്റ്റെയിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സമയം കൊണ്ട് ഡിപ്തീരിയ ഏതെങ്കിലും ഒരു ഓർഗനെ ഇൻവോൾവ് ചെയ്തെന്ന് വരും. സോ അതിന് മുൻപായിട്ട് നമ്മൾ ഈ ആന്റിടോക്സിൻ അഡ്മിനിസ്റ്റർ ചെയ്തിരിക്കണം. The degree of protection offered by diphtheria antitoxin is inversely proportional to the duration of clinical illness. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര നേരത്തെ നമ്മൾ ആന്റിടോക്സിൻ കൊടുക്കണോ അത്ര നേരത്തെ ആയിരിക്കും കുട്ടിയുടെ റിവൈവൽ റേറ്റ്. എത്ര താമസിക്കുന്നോ അത്രയും മോശമായിരിക്കും കുട്ടിയുടെ റിവൈവൽ റേറ്റ്. Repeat doses of antitoxin may be given if clinical improvement is suboptimal. So ആദ്യത്തെ ഡോസ് കൊടുത്ത ശേഷം we will see how much is the improvement of the child. അത്ര പോരാ എങ്കിൽ, ഇംപ്രൂവ്മെന്റ് അത്ര കാണിക്കണില്ല എങ്കിൽ we can give repeat doses. ഈ ആന്റിടോക്സിന് പുറമെ we will also have to start antibiotics. The usually started antibiotics include penicillin or erythromycin. It is given in order to terminate toxin production, limit proliferation of bacteria, to prevent spread of organism to contacts, and to prevent development of carriers. സോ രണ്ടാമത്തെ ട്രീറ്റ്മെന്റ് ലൈൻ ആണ് ആന്റിബയോട്ടിക് തെറാപ്പി. ഇതിനായി ഉപയോഗിക്കുന്നത് ഒന്നെങ്കിൽ ഒരു പെനിസിലിൻ അല്ലെങ്കിൽ എരിത്രോമൈസിൻ ആണ്. ഇത് കൊടുക്കുന്നതിന്റെ കാരണങ്ങൾ ഇതൊക്കെയാണ്. ഒന്ന്, ബാക്ടീരിയനെ നശിപ്പിച്ച് അതിന്റെ എക്സോടോക്സിൻ പ്രൊഡക്ഷൻ കുറയ്ക്കുക, പ്രൊലിഫറേഷൻ ഓഫ് ബാക്ടീരിയ കുറയ്ക്കുക, സ്പ്രെഡ് കുറയ്ക്കുക ടു അതർ പേഴ്സൺസ്, ആൻഡ് ടു പ്രിവെന്റ് ദ ഡെവലപ്മെന്റ് ഓഫ് കാരിയേഴ്സ്. ആന്റിബയോട്ടിക്സ് കൊടുത്തതിന് ശേഷം we will also have to carry out active immunization as clinical disease does not confer active immunity. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം നമ്മൾക്ക് ഡിപ്തീരിയ എന്ന് വന്നു എന്ന് പറഞ്ഞ് അതിനെതിരെ നമ്മളുടെ ബോഡി ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡിസീസ് ഭേദമായി കഴിയുമ്പോൾ കുട്ടിക്ക് ആക്റ്റീവ് ആയിട്ടുള്ള റുട്ടീൻ ഇമ്മ്യൂണൈസേഷൻ എഗൻസ്റ്റ് ഡിപ്തീരിയ കൊടുക്കേണ്ടത് ആവശ്യമാണ്. Other than this, bed rest should be advocated to the child for about 2 to 3 weeks. Children should be monitored for any kind of airway obstruction. നമ്മൾ പറഞ്ഞ പോലെ തന്നെ എയർവേ കോംപ്ലിക്കേഷൻസ് ആണ് ഇതിൻ്റെ കോമണസ്റ്റ് കോംപ്ലിക്കേഷൻ. അതുകൊണ്ട് തന്നെ we have to monitor the child for any kind of airway obstruction, and if required tracheostomy can be done. Sudden exertion is to be avoided. സോ നമുക്കറിയാവുന്നത് പോലെ തന്നെ മയോകാർഡൈറ്റിസ് ഉണ്ടാവാം, റെസ്പിറേറ്ററി ഫെയിലിയർ ഉണ്ടാവാം. ഇതൊക്കെ കാരണം കുട്ടികളിൽ സഡൻ എക്സേർഷൻ അവോയ്ഡ് ചെയ്യേണ്ടതാണ്. If the child is having palatal palsy, the child can be fed with the help of a nasogastric feeding. So these are the management strategies. ആദ്യമേ നമ്മൾ ആന്റിടോക്സിൻ കൊടുക്കണം. IV ആയിട്ട് കൊടുക്കാം അല്ലെങ്കിൽ IM ആയിട്ട് കൊടുക്കാം. എത്രയും നേരത്തെ കൊടുക്കേണ്ടതാണ്. രണ്ടാമത്തെ ട്രീറ്റ്മെന്റ് ലൈൻ ആണ് ആന്റിബയോട്ടിക് തെറാപ്പി.
പെനിസിലിൻ അല്ലെങ്കിൽ എറിത്രോമൈസിൻ ആണ് കൊടുക്കുക. ഇതിനു ശേഷം ആക്റ്റീവ് ഇമ്മ്യൂണൈസേഷൻ കൊടുക്കണം. ഇതിനു പുറമെ സപ്പോർട്ടീവ് മാനേജ്മെന്റിൽ ബെഡ് റെസ്റ്റ് കൊടുക്കണം. വി ഹാവ് ടു മോണിറ്റർ ഫോർ കോംപ്ലിക്കേഷൻസ്. റെസ്പിറേറ്ററി ഫെയിലിയർ ഉണ്ടാവുകയാണെങ്കിൽ ട്രക്കിയോസ്റ്റമി ചെയ്യാം. പിന്നെ പാലറ്റൽ പാൽസി ഉള്ള കുട്ടികളാണെങ്കിൽ യു ഹാവ് ടു ഗോ ഫോർ നേസോഗ്യാസ്ട്രിക് ഫീഡിംഗ്. Coming to the prevention and control of diphtheria. The patients should be isolated until 2 successive cultures of throat and nose are negative for diphtheria bacilli. So diphtheria confirm ആയിട്ടുള്ള ഒരു കേസ് ആണെങ്കിൽ ഈ കുട്ടീനെ ഐസൊലേഷൻ റൂമിൽ വേണം ട്രീറ്റ് ചെയ്യാനായിട്ട്. ആൻഡ് കോമൺ വാർഡിലേക്ക് വരുന്നതിന് മുമ്പേ അറ്റ്ലീസ്റ്റ് 2 cultures should be negative. All contaminated articles from discharges should be disinfected. നമ്മൾക്ക് അറിയാവുന്നത് പോലെ തന്നെ ഇതിന്റെ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഇസ് ത്രൂ ഡിസ്ചാർജസ്. അതുകൊണ്ട് തന്നെ എല്ലാ കണ്ടാമിനേറ്റഡ് ആർട്ടിക്കിൾസ് വിച്ച് ആർ യൂസ്ഡ് ബൈ ദ ചൈൽഡ് ദാറ്റ് ഇസ് ടു ബി ഡിസ്ഇൻഫെക്റ്റഡ് പ്രോപ്പർലി. All household and other contacts should be observed carefully for development of active lesions, should be cultured for diphtheria, and should be given chemoprophylaxis with oral erythromycin for 7 days or a single dose of benzathin penicillin. സോ കുട്ടിയുടെ വീട്ടിൽ താമസിക്കുന്ന അല്ലെങ്കിൽ കുട്ടിയായിട്ട് ക്ലോസ് കോണ്ടാക്റ്റ് വരുന്ന എല്ലാവരെയും ഈ ഒരു ഡിസീസിന് വേണ്ടി കെയർഫുൾ ആയിട്ട് ഒബ്സർവ് ചെയ്യണം. ഡിപ്തീരിയ കൾച്ചർ മസ്റ്റ് ആയിട്ടും ചെയ്തിരിക്കണം. ആൻഡ് പ്രൊഫൈലാക്സിസ് ആയിട്ട് നമ്മൾ ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യും. ഒന്നെങ്കിൽ എരിത്രോമൈസിൻ ആണ് കൊടുക്കുക 7 ദിവസത്തേക്ക്, അല്ലെങ്കിൽ എ സിംഗിൾ ഡോസ് ഓഫ് ബെൻസാത്തിൻ പെനിസിലിൻ ഇസ് ഗിവൺ. ഇനി ഈ കോണ്ടാക്ട്സിൽ പ്രീവിയസ്ലി ഇമ്മ്യൂണൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഒരു ബൂസ്റ്റർ ഡോസ് കൊടുക്കണം ഡിപ്തീരിയ ടോക്സോയിൻ്റെ. ഇനി പ്രീവിയസ്ലി അൺഇമ്മ്യൂണൈസ്ഡ് ആണെങ്കിൽ they have to receive the immunization for their age. So this is about the prevention and control. So usually isolation wardil treat ചെയ്യണം. 2 കൾച്ചർ നെഗറ്റീവ് ആയതിനു ശേഷം മാത്രമേ കുട്ടീനെ വെളിയിലേക്ക് കൊണ്ടുവരാവുള്ളൂ. ക്ലോസ് കോണ്ടാക്ട്സിനെ ഒക്കെ ഒബ്സർവ് ചെയ്യണം. അവർക്ക് കീമോ പ്രൊഫലാക്സിസ് കൊടുക്കണം. അൺഇമ്മ്യൂണൈസ്ഡ് ആണെങ്കിൽ റുട്ടീൻ ഇമ്മ്യൂണൈസേഷൻ കൊടുക്കണം. ഇമ്മ്യൂണൈസ്ഡ് ആണെങ്കിൽ ഡിപ്തീരിയ ബൂസ്റ്റർ കൊടുക്കണം. കുട്ടിയുടെ ആർട്ടിക്കിൾസ്, കുട്ടി ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും പ്രോപ്പറായിട്ട് ഡിസ്ഇൻഫെക്റ്റ് ചെയ്യണം. So this is all about diphtheria. Hope you are clear with this condition.